ഗാർഹിക പീഡന കേസിൽ സുപ്രീം കോടതി ചരിത്രപരമായിട്ടുള്ള ഒരു വിധി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സവിശേഷ കേസിൽ ഒരു കരാറിലെത്തിയ ഭാര്യ വീണ്ടും ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്തതാണ് ഇപ്പോൾ കോടതിയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ അവർ കേസ് ഫയൽ ചെയ്തത് 120 കോടി ആഭരണങ്ങളും 50 കോടി സ്വർണവും അവകാശപ്പെട്ടു എന്നതാണ്. അതായത് 120 കോടിയുടെ ആഭരണങ്ങളും 50 കോടിയുടെ സ്വർണവും അവകാശപ്പെട്ടു എന്നതാണ്. സുപ്രീം കോടതി സ്ത്രീയെ രൂക്ഷമായി വിമർശിച്ചെങ്കിലും എല്ലാ തർക്കങ്ങളും പരസ്പര സമ്മതത്തോടെ ഇതിനകം പരിഹരിച്ചുവെന്നും അതിനാൽ ഇനി ഇരു കക്ഷികൾക്കും പിന്മാറാൻ കഴിയില്ല എന്നും പറഞ്ഞു. 2000 ഭാര്യ ഭർത്താക്കന്മാർ ഇവർ രണ്ടുപേരും വിവാഹിതരായി. 2023 ഭർത്താവ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. കുടുംബ കോടതി കേസ് മധ്യസ്ഥതയ്ക്ക് അയച്ചു. അവിടെ ഇരു കക്ഷികളും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നേടാനും എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കാനും ഒരു കരാറിൽ ഏർപ്പെട്ടു. കരാർ പ്രകാരം ഭർത്താവ് ഭാര്യയ്ക്ക് 1.5 കോടി രൂപയും ഒരു കാറും കുറച്ച് ആഭരണങ്ങളും വാങ്ങാൻ 14 ലക്ഷം രൂപയും നൽകാൻ തീരുമാനിച്ചു. കരാറിന്റെ ഭാഗമായി ഭർത്താവ് 75 ലക്ഷം രൂപയും 14 ലക്ഷം രൂപയും നൽകിയിരുന്നു. എന്നിരുന്നാലും അവസാന നിമിഷം ഭാര്യ മനസ്സുമാറി ഭർത്താവിനെതിരെ ഗാർഹിക പീഡനം ഫയൽ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രേഖാമൂലമുള്ള കരാറിന് പുറമെ ഭർത്താവ് 120 കോടി രൂപയുടെ ആഭരണങ്ങളും 50 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുകളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നികുതി ലാഭിക്കാൻ അവ എവിടെയും എഴുതിയിട്ടില്ലെന്നും ഭാര്യ കോടതിയിൽ വാദിച്ചു. ജസ്റ്റിസ് രാജേഷ് ബിണ്ടാലും ജസ്റ്റിസ് വിജയ് വിഷ്ണോയും അടങ്ങുന്ന ബെഞ്ച് ഈ വാദത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയും അത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ നീതിന്യായ വ്യവസ്ഥയോടുള്ള കടുത്ത അനാദരവാണെന്നും പറഞ്ഞു. വിവാഹം പൂർണ്ണമായും തകർന്നുവെന്നും അതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള പ്രത്യേക അധികാരങ്ങൾ വിനിയോഗിച്ചുവെന്നും കോടതി നിരീക്ഷിച്ച് വിവാഹമോചനത്തിന് കോടതി ഉത്തരവിടുകയായിരുന്നു. ഈ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള മനോഭാവത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കോടതി ഈ സ്ത്രീയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് കരുതി ഇത്തരത്തിലുള്ള എടുത്താൽ പൊങ്ങാത്ത ഭാരിച്ച കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് എന്നാണ് കോടതി ഇവരെ താക്കീത് ചെയ്തു വിട്ടത്. ന്യൂസ് ഡെസ്ക്.